ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ. സാറ്റർഡേ എന്തൊക്കെ വാഴത്തരങ്ങൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് വന്നിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം പറയാനില്ല, ഇത്തവണത്തെ സീസൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോവുകയാണെങ്കിൽ പോകട്ടെ പുല്ല് എന്ന ടേമിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അഭിമാനമാണ് തോന്നിയത്. പ്രത്യേകിച്ച് ലക്ഷ്മി ആൻഡ് അനുമോൾ. അനുമോൾ ഒന്ന് കുത്താതെ ചാണ്ടി സാറിന് ഉറക്കം വരത്തില്ല കേട്ടോ. അതൊരു ഭയങ്കര കുഴപ്പമാണ്. എന്തായാലും കൊള്ളാം. ആകെ മൊത്തം നല്ലൊരു കലുഷിത അന്തരീക്ഷം. എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന മോഹൻലാൽ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കാണേണ്ടതാണ്. എപ്പിസോഡ് എല്ലാവരും കാണാത്തവർ പോയി കാണുക, അത് മിസ് ചെയ്യരുത്. ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അപ്പോൾ വിശേഷത്തിലേക്ക് വരാം. മോഹൻലാൽ കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തി അക്ബറാണ്. അക്ബറിനെ കുറച്ച് സോപ്പിട്ട് കൂടെ പിടിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഒരു വലിയ കാര്യമല്ല. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്യേണ്ട അനുവിൻ്റെ വിഷയം ഈ ആഴ്ച എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന അയാളുടെ മഹാമനസ്കത നമ്മൾ കാണാതെ പോകരുത്. കാരണം എല്ലാ ആഴ്ചയിലും അനുവിനിട്ടൊരു കുത്തിയില്ലെങ്കിൽ ഒരു സുഖല്ല ആളിന്. അനു മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് കോണ്ടന്റ് എന്താണ്, കോണ്ടന്റ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കോണ്ടന്റ് എന്താണെന്ന് അറിയാതെയാണോ ആങ്കറിങ്ങിന് പോയത് ലാലണ്ണ? എന്തുവാ, ശരി ആയിക്കോട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഏറ്റവും വലിയ വിഷയവും ചർച്ചയും ആക്കി വെച്ചിരിക്കുന്നത് മസ്താനിയും ലക്ഷ്മിയും ചേർന്ന് ആദില നൂറ എന്ന കുട്ടികളെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളടുത്ത്? ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് അത് പറയുമെന്ന്. ലക്ഷ്മിയെ പറയാൻ അനുവദിക്കാതെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെ ആ സബ്ജക്റ്റ് എടുക്കുന്നുമില്ല. അതായത് ആ വിഭാഗത്തിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ആ സബ്ജക്റ്റ് എടുത്തു എന്നതിനപ്പുറം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനോ അവർക്കെതിരെ സംസാരിക്കാനോ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് മോഹൻലാലിനെ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. മോഹൻലാലാണ് 7ന്റെ പണി വാങ്ങിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയിട്ട് അവരവരുടെ നിലപാടുകൾ ശക്തമായി പറയുന്നതാണ്. ജനറലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ലാലേട്ട എന്ന് സ്ട്രോങ് ആയി പറയുമ്പോൾ ലക്ഷ്മി സക്സീഡ് ചെയ്യും കേട്ടോ അവിടെ ലൈഫിൽ. യെസ്, അരഗൻസ് തോന്നും, അത് ആറ്റിറ്റ്യൂഡാണ്, അരഗൻസ് അല്ല. അവൾക്കത് ഉൾക്കൊള്ളാൻ വയ്യ, സത്യമാണത്. എനിക്കത് ഉൾക്കൊള്ളാൻ വയ്യ. പക്ഷേ അതിൽ അതിന് കൊടുത്ത എക്സ്പ്ലനേഷനിൽ എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് കാമമൊന്നും കാണിക്കാറില്ലേ? ചുമ്മാ എന്തിനാ നുണ പറയണേ? ആ മഴ നനഞ്ഞ സമയത്ത് രണ്ടും കൂടെ കാമകേളിക്ക് കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, കാമത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അല്ല, ആദിലേക്ക് മാത്രമേ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഉള്ളൂ. നൂറയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലല്ലോ. അതെന്താ? നൂറ നീ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഇത് തന്നെയാണ് പ്രശ്നം. നിന്റെ ഭ്രാന്തിന് ആ കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് തള്ളിയിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് എല്ലാവരും വീട്ടിൽ കയറ്റുമില്ലെന്ന്. അതിപ്പോൾ ആര് വന്നാലും വീട്ടിൽ കയറ്റും. വീട്ടിൽ കയറ്റുന്നതിന് ഇപ്പോൾ എന്താ കുഴപ്പം? വീട്ടിലാരും കയറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിലേക്കാണ് ആദിലയും നൂറയും വരുന്നതെങ്കിൽ ഞാൻ രണ്ട് മുറിക്കകത്തിട്ട് കിടത്തും. ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കാനുള്ള പെർമിഷൻ കൊടുക്കത്തില്ല, സൗകര്യമില്ലെന്ന് പറയും. അത് എൻ്റെ ഇതാണ്, എൻ്റെ ഒരു ഇതാണ്. എനിക്കങ്ങനെ പറ്റുള്ളൂ. അത് തന്നെയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞത്. ആ കാര്യം തന്നെയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞത്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സംഗതികളും ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിലിപ്പോൾ അവരെ പിടിച്ച് തിന്നാൻ ഒക്കത്തില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞാൽ അവരെ ഷോയിൽ നിന്ന് ഇറക്കി വിടാനുള്ള റൈറ്റ്സ് മോഹൻലാലിന് ഇല്ല. അങ്ങനെ ചെയ്താൽ മോഹൻലാലും ഷോയും അന്നോടെ തീർന്നു, അത്രയേ ഉള്ളൂ. കാരണം മെജോറിറ്റി അത് ഹേറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. മെജോറിറ്റിയെ ബേസ് ചെയ്തല്ല ഞാനിത് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ആ പറയുന്ന വിഭാഗക്കാരെ കൺസേൺ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംഗതി അവിടെ നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോ. അതിൻ്റെ അർത്ഥം അത് വേണ്ട എന്ന് പറയുന്നവരെ ഇകഴ്ത്തുക എന്നല്ല. അത് വേണ്ടാത്തവർക്ക് വേണ്ട, താല്പര്യമില്ല. പിന്നെ ഇത് സമൂഹത്തിന് എഫക്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയരുത്. ജാസി, ആഷി, എന്താണ് അവർക്കിടയിൽ നടക്കുന്നത്? ആണോ? അവർ കാരണം ബാധിക്കപ്പെട്ട പെണ്ണില്ലേ? അവൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത് അറിയത്തില്ലേ? ഇവറ്റുകൾക്ക് ഇത് നേരത്തെ അറിയാൻ പറ്റില്ല, സെക്ഷുവാലിറ്റിയിൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണ ആദില പറയണത് പക്ക നുണയല്ലേ? പക്ക നുണയാണത്. എങ്ങനെയാണ്? വിവാഹം കഴിച്ചൊരു കൊച്ചിനെയൊക്കെ കൊടുത്ത ശേഷമാണ് അവർക്ക് ഇതങ്ങോട്ട് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. സ്ട്രൈനത് അത് ചെറിയ വയസ്സിലേ നമുക്ക് മനസ്സിലാവും. അവരുടെ ആ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാകും. നുണയാണ് പറയണത് ആദില. അങ്ങനെയൊന്നും അല്ല അത് സെക്ഷുവാലിറ്റി തോന്നത്തില്ല, സെക്സ് തോന്നത്തില്ലായിരിക്കും, ഒരാളോട് താല്പര്യം തോന്നത്തില്ലായിരിക്കും, അത് സമ്മതിച്ചു. പക്ഷേ അങ്ങനെ ഈ പറയുന്ന വെറുപ്പ് തീർത്തും വേണ്ട എന്ന ഒരു ലെവലൊന്നും ഇല്ല. താല്പര്യം പെണ്ണിനോടായിരിക്കും, പെണ്ണിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? അതിങ്ങനെയല്ല കാണിക്കുന്നത്. ഇവർ ചെയ്തത് മുഴുക്ക വീട്ടിൽ കയറ്റാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെയുണ്ട്. അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്നാ പറഞ്ഞത്. നീ കേട്ടോ എന്ന് ചോദിക്കുന്നു മോഹൻലാൽ. ആദ്യം അത് ആദില നൂറയോട് ചോദിക്കും. ആദില നൂറയുമാണ് അത് പറഞ്ഞത്. അത് പക്ഷേ ലക്ഷ്മിക്ക് പറയാൻ ഓർമ്മ കിട്ടിയിട്ടുണ്ടാവില്ല, അവസരം കിട്ടിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ ആദിലയും നൂറയാണ് പറഞ്ഞത്. ഞങ്ങളെ വീട്ടിൽ കയറ്റരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞത് അവരാണ്. വീട്ടിൽ കയറ്റരുതെന്നല്ല, സംസാരിക്കരുതെന്ന് പറഞ്ഞത് ആദില നൂറയാണ്.
അവരുടെ ഇതിൽ കൂടെയാണ് പുറത്തുനിന്ന് ലക്ഷ്മി അത് കണ്ടിട്ട് വന്നത്. നീ കേട്ടോ എന്ന് നോക്കിയാൽ നിങ്ങളല്ലേ അത് കാണിച്ചത്. അതുകൊള്ളാലോ. ബിഗ് ബോസ് വെറും ഊളത്തരവും ഊച്ചാളിത്തരവും കാണിക്കരുത് കേട്ടോ. ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര കള്ളനാണ് മോഹൻലാൽ എന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ വ്യക്തമാണ്. വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്, വെറും വൃത്തികെട്ട പരിപാടി. ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മിക്കൊപ്പം തന്നെയാണ്. ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. മസ്താനിക്ക് പോലും ചാഞ്ചാട്ടം ഉണ്ടായി, കാരണം ബിക്കോസ് ഷീ നീഡ് ടു സ്റ്റേ ദെയർ. ലക്ഷ്മിക്ക് അങ്ങനെയല്ല, ഇതല്ലെങ്കിൽ അടുത്ത വഴി. പിന്നെ ലക്ഷ്മി ആ പറഞ്ഞതിനെ പിടിച്ചുകൊണ്ട് ആ പോയിന്റ്, നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളത്, അതിനെപ്പറ്റി പറയാം. ലെസ്ബിയന്മാരാകുമ്പോൾ അവർക്ക് രണ്ടിടത്ത് ജോലി കിട്ടും. അതിനപ്പുറം ഞങ്ങൾ ലെസ്ബിയൻ കപ്പിളാണ്, ഒരിടത്ത് തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ കയറ്റത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കയറ്റുന്നുണ്ടെങ്കിൽ അവരുടെ കളി എന്താണെന്ന് കാണാൻ വേണ്ടി കയറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിരിക്കും ലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു ഭാഗം എനിക്ക് തെറ്റായിട്ട് തന്നെ തോന്നി. കാരണം അവർക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്നതിന് ബാക്കിയുള്ളവർ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് എന്നൊരു ഫോം പറഞ്ഞില്ലേ, അത് തെറ്റായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി ആ ലക്ഷ്മി പറഞ്ഞത് പിന്നെ അക്ബറിന്റെ വീട്ടിനെ പറ്റി തന്നെയാണ്. എന്തുകൊണ്ട് അക്ബറിനെ ചോദ്യം ചെയ്യുന്നില്ല? ഈ ഒരു വിഷയം പറഞ്ഞത് അക്ബറിന്റെ ഉമ്മയെയും അക്ബറിനെയാണ് അവിടെ ഏറി കയറ്റേണ്ടത്. അതിന് പകരം ലക്ഷ്മി ഏറി കയറ്റുന്നത് എന്തിനാണ്? അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞത് ആദിലയും നൂറയും. എന്തുകൊണ്ട് അവരോട് ചോദിക്കാതെ ഇത് പറയുന്നു? ബാക്ക് സ്റ്റാബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടിക്കൊടുപ്പുകാരി. കാണുന്നില്ല നിങ്ങള്? ആദില എന്ന് പറയുന്നത് വേറും വേഷമാണ്. ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് എഗൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിക്ടിം കാർഡ് ഇറക്കാനാണ് ആദില അത് ചെയ്യുന്നത്. അനുമോൾ അങ്ങനെ പറഞ്ഞില്ല, എനിക്കത് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല. 100% ഉറപ്പാണ് അവർക്കത് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ഇഷ്ടമില്ലെന്ന് അനു പറയുന്നതിൽ ഇപ്പം എന്താ തെറ്റ്? ഉടനെ ആര്യം ചാടി വീഴുന്നു. നോക്കൂ, ഇതെല്ലാം മോഹൻലാലിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ എല്ലാ സീസണുകളിലും മോഹൻലാലിന് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത്തവണ മോഹൻലാലിന് വാഴ റെസ്പെക്റ്റാണ്. അത്രയേ ഉള്ളൂ. അയാളുടെ മുന്നിൽ വെച്ചാണ് ഈ ഇൻസൾട്ട് അത്രയും നടക്കുന്നത്. എന്നിട്ട് അയാൾക്ക് വായുമ്പൊത്തി നിൽക്കുകയാണ്. അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയണമെന്ന് പോലുമില്ല. ഈ പറയുന്ന ബഹളങ്ങളൊക്കെ കാണിക്കുന്ന ആ അനുവിനെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ അയാളുടെ മുമ്പിൽ വെച്ചാണ്. ലക്ഷ്മിയെ ഇൻസൾട്ട് ചെയ്യുന്നത് അക്ബർ അയാളുടെ മുന്നിൽ വെച്ചാണ്. ഇവൻ ഹോസ്റ്റാണോ? ഇവൻ വെറും കോണയാനല്ലേ? അതുകൊണ്ടല്ലേ. അക്ബർ ആരാണെന്ന വിചാരം? അക്ബർ എന്താണ്? അക്ബറിനെ എന്താ വിലക്കാത്തെ? ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത പറയുന്നത് അക്ബർ ആണല്ലോ. പിന്നെന്താ ലക്ഷ്മിയെ മാത്രം ആക്രമിക്കുന്നേ? ലക്ഷ്മിക്ക് പുരുഷ വിരുദ്ധയാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത്. എന്താ അപ്പൊ അക്ബർ കല്യാണം കഴിക്കുന്നില്ലേ? അക്ബറിന് പെണ്ണില്ലേ? അക്ബർ എന്തിനാണ് സ്ത്രീകളെ മോശം പറയുന്നത്? അത് ഓക്കെ ആണോ? അപ്പോൾ ഈ ഓൺ സൈഡഡ് ആയിട്ടുള്ള കൊണാഫിക്കേഷൻ മോഹൻലാൽ അങ്ങ് നിർത്തി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഷോയ്ക്ക് ഒരു പിണ്ണാക്കുണ്ടാവും. ഷോയ്ക്ക് ഉണ്ടാവൂടോ? നിങ്ങൾ അതിനകത്തിട്ട് പെണ്ണുങ്ങളെ അവമാനിക്ക്, ഷോ നിർത്തി കാണിച്ചു തരാം. നിങ്ങൾ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന കണക്ക് ഒരു ടേം ഉണ്ടെങ്കിൽ ഷോ നിർത്തുന്നത് കാണിച്ചു തരാം. ഷോ പലയിടത്തും നിർത്തിയിട്ടുണ്ട്, നിർത്താനും പറ്റും. ഷോ അല്ല അവസാനത്തെ വാക്ക്. മനുഷ്യരാണ്, ജനങ്ങളാണ്. ജനങ്ങൾ നിശ്ചയിച്ച നിന്റെ ഷോ അല്ല, എല്ലാം പൂട്ടിക്കെട്ടും. നീ ഉൾപ്പെടെ പൂട്ടിക്കെട്ടും. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ജനങ്ങൾക്ക്, അത് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞതിൽ 100% ലക്ഷ്മിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. മറ്റത് ഏത് ജോലിയില്ല നടക്കുന്നു, തെണ്ടി അടക്കുന്നു എന്നുള്ളത് മോശം. വീട്ടിൽ കയറ്റില്ല എന്നല്ല പറഞ്ഞത്, നിന്റെ ഒന്നും വീട്ടിൽ പോലും കയറ്റില്ല എന്നാ പറഞ്ഞത്. അത് കൃത്യമായിട്ടുണ്ട്. എന്തുകൊണ്ട് മോഹൻലാൽ അത് ഒളിച്ചു വെച്ചിട്ട് സംസാരിക്കുന്നു? ഇടാ മോഹൻലാൽ, നിനക്ക് നാണയില്ലേ ഇങ്ങനെ കള്ളം പറയാനെ കൊണ്ട്? നീ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ കള്ളത്തരാം, നിനക്ക് നാണാവുന്നില്ലടാ ചെറുക്ക. അയ്യേ, എന്തൊരു സാധനമാണ് അന്തം. പിന്നെ അനുവിനെ എഴുന്നെ പിടിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച തീർന്നില്ലേ? പിന്നെ ഈ ആഴ്ച എന്തോ നിന്നെ എടുത്തോണ്ട് വരുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ കേസ് നീ പറഞ്ഞു തീർത്തില്ലേ? പിന്നെ എന്തിനാ ഈ ആഴ്ച? ഇവന് ഭ്രാന്തം കണ്ടാണെന്ന് തോന്നുന്നു. ഈ ചുമ്മാ ഇരിക്കുന്ന അനുവിനെ പിടിച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ വിളിച്ചിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? നീ അങ്ങനെ പറഞ്ഞില്ലേ? നീ കോണ്ടന്റ് എന്ന് പറഞ്ഞത്. നീ കോണ്ടന്റ് എന്തെന്ന് നിനക്കറിയില്ല. ഞങ്ങളൊക്കെ ഇവ സംസാരിക്കുന്നതിനാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. അത് നിനക്ക് അറിയത്തില്ലേ? ഞൊണ്ണയെന്ന് പറയണ ആ കൂട്ടത്തിൽ ആർക്കും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ഞൊണ്ണയെന്ന് പറയണ ഇങ്ങേരാണെന്ന് തോന്നുന്നു. ഇങ്ങേരെ ഞൊണ്ണത്തരമാണ് അവിടെ കാണുന്ന മുഴുക്ക. വേറെ എന്തോന്നാണ്? ഷോ ഡയറക്ടറുമായിട്ട് അക്ബറിനൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ പബ്ലിഷ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അക്ബറിന് എന്താണ് അവിടെ ഫേവർ കിട്ടുന്നതെന്ന്. അക്ബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും ആ ഷോയിലോ അയാൾ മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിലോ നിൽക്കാൻ യാതൊരു അർഹതയുള്ളവനല്ല. അങ്ങനെയുള്ള ഒരുത്തന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ഷോ ഡയറക്ടറുടെ സുഹൃത്ത് ആണ് എന്ന നിലയിൽ മാത്രമാണ് എന്നുള്ളതാണ് രഹസ്യ വിവരം. അപ്പം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിടുന്നുണ്ട്, കാണുക, അഭിപ്രായം പറയുക. ഈ വിഷയത്തിൽ ഇന്ന് നടന്ന ഒരു കാര്യമുണ്ട്, ഒരു കഥ പറയുന്നത് ഹിലേറിയസ് ആണെങ്കിൽ പോലും അതിലൊരു വലിയ സത്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന അത് ഞാൻ ഞങ്ങളുടെ നാട്ടിലും പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അയലത്തെ വീട്ടിലെ ചെട്ടിയാരുടെ ഭാര്യ പിന്നെ ഛർദ്ദിച്ചത് ഒരു കറുത്ത പൊട്ടാണെന്ന് കേൾക്കും. പിന്നെ അത് പറഞ്ഞ് അങ്ങ് കുറച്ച് ജംഗ്ഷൻ്റെ അപ്പുറം മാറുമ്പോഴത്തേക്ക് അതൊരു കാക്കയെ ഛർദ്ദിച്ചു എന്നാകും. അങ്ങനെയാണ് അത് കേൾക്കുന്നവൻ്റെയും മനസ്സിലാക്കുന്നവൻ്റെയും ഇച്ഛ പോലെയാണ്. അത് അവരുടെ രീതിയിൽ അവർ വളച്ചൊടിച്ച് കൊണ്ടുപോകും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ആകെ മൊത്തത്തിൽ 0 to 0 അത്രയേ ഉള്ളൂ. എല്ലാ എണ്ണവും പൊട്ടകളും മൊട്ടകളുമാണ് എന്നുള്ളതാണ്.
പിന്നെ അത്യാവശ്യം അവർക്കിടയിലുള്ള ചെറിയ പിണക്കങ്ങൾ, ശണ്ടകൾ അതൊക്കെ ഒന്ന് കത്തിക്കാൻ മോഹൻലാൽ നോക്കുന്നുണ്ട്. അതൊന്നും കത്താതെ അതവിടെ നിൽക്കുന്നുണ്ട്. ഷാനവാസ് ഒന്ന് ഞെളിയുന്നുണ്ട്. ഷാനവാസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അനീഷ് അവനെ സുഹൃത്താക്കിയതിലുള്ള ആ അഭിമാനം ഷാനവാസ് അവിടെ കാണിക്കുന്നുണ്ട്. നല്ലതായിരിക്കട്ടെ, അവരുടെ സൗഹൃദം കുറച്ചുകൂടെ നാളുകൾ മുന്നോട്ട് തന്നെ പോകട്ടെ, കുഴപ്പമൊന്നും. ഒരു ടൈപ്പാണ് അനീഷ് എന്നതിനുപരി അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും ഓക്കെയാണ്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പോൾ അയാളെ ഒരു കോമാളിയായിട്ടാണ് എല്ലാവരും കൺസേൺ ചെയ്യുന്നതെന്ന് മനസ്സിലായി. കോമഡി പീസ് അത്രയേ ഉള്ളൂ. നബീനും അത് തന്നെ കോമഡി പീസ് അത്രയേ ഉള്ളൂ. ഡെപ്തിൽ ആഴത്തിൽ കാര്യങ്ങൾ പറയാനും ആ സ്ട്രെങ്ത്തിൽ നിൽക്കാനും കേപ്പബിലിറ്റി ഉള്ള രണ്ടുപേര്, ഒന്ന് അനുമോള്, ഒന്ന് നമ്മുടെ ലക്ഷ്മി. ഇവർ രണ്ടുപേരും നല്ല പോലെ നിന്ന് കളിക്കുന്നുണ്ട്. ബെന്നി സൂപ്പറായിരുന്നു, പക്ഷെ ബെന്നിക്ക് ഹറാം പറപ്പ് കൂടി. അതുകൊണ്ടാണ് ബെന്നി ഇപ്പം ശരിയായി വരുന്നുണ്ട്, ഗ്രാജുവലി ശരിയാവുമെന്ന് തോന്നുന്നു. റണ ഫാത്തിമ ഗുഡ് ഫോർ നത്തിങ് ആയിട്ട് അവിടെ നിൽക്കുന്നു. എല്ലാവരെയും ഒട്ടി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പോൾ അത് എങ്ങനെയൊക്കെ വലിച്ചഴച്ച് എപ്പിസോഡൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ പ്രൊമോയൊക്കെ ഇട്ടിട്ട് വേണം എപ്പിസോഡ് എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കുക, അല്ലേ ലാലു? നല്ല രീതിയിൽ, നല്ല ഫോമിൽ, നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അത് പോകും എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾ അനുമോളെ തണുപ്പിച്ചു, കോണ്ടന്റ് നഷ്ടപ്പെട്ടു. അനുമോള് കത്തി നിന്നപ്പോൾ കണ്ടന്റായിരുന്നു, എല്ലാവരും ചാടി വീണ് അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ നമ്മുടെ രേണുസുതി ഞങ്ങൾ പുറത്തു വിട്ടാൽ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. രേണുസുതി അതിനകത്ത് വേണമായിരുന്നു, എന്നാലും ഞങ്ങൾ ഇൻട്രസ്റ്റോടെ കാണും. രേണുസുതി പുറത്തായതോടെ ബിഗ് ബോസ് പൂട്ടിയെന്നൊക്കെയാണ് രേണുസുതി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്തോ ഏതായാലും ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ പിന്നെ കാണാം, പിന്നൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എപ്പിസോഡ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.